എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എസ് പി ബ്ലോക്കുകളുടെ ഒക്കെ പ്രത്യേകതകളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്താണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പീരിയോഡിക് ടേബിളിൽ നമുക്കറിയാം ഇല്ലേ? പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് ഡി ബ്ലോക്ക് എലമെന്റ് വരുന്നത്? എസ് കഴിഞ്ഞിട്ടില്ലേ, ഇത് എസ് ആണ്. ദെൻ അടുത്ത് അത് കഴിഞ്ഞിട്ട് ഡി വരുന്നുണ്ട്, പിന്നെയാണ് പി ബ്ലോക്ക് വരുന്നത്. അതായത് എസ് കഴിഞ്ഞിട്ട് കുറച്ച് എലമെന്റ്സ് ഇവിടെ വരുന്നുണ്ട്, ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട്, പിയിലേക്ക് വരാൻ വേണ്ടി ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡി ബ്ലോക്ക് എലമെന്റിനെ നമ്മൾ മറ്റൊരു പേരും പറയും, എന്താണ്? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും കേട്ടോ. ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് ഈ ഡി ബ്ലോക്കിൽ കാണുന്നത്. അത് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? സംക്രമണ മൂലകങ്ങൾ എന്ന് പറയും കേട്ടോ. ഡി ബ്ലോക്കിലുള്ളതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ട്രാൻസിഷൻ അല്ലേ, ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ എന്താണ്? സംക്രമണ മൂലകങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മെറ്റൽസ് ആണ് കേട്ടോ. ഓർത്തോളോട്ടെ, ഡി ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം എന്താണ്? മെറ്റൽസ് ആണ്, ലോഹങ്ങളാണ് കേട്ടോ. ഡി ബ്ലോക്ക് എലമെന്റ്സ് ലോഹങ്ങളാണ്. ഇനി നമുക്കറിയാം, നമ്മളൊരു സപ്പോസ് ഈ ഗ്രൂപ്പ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ് കേട്ടോ. അതായത് ഈ ഒരു പീരീഡ്, അതായത് നാലാമത്തെ പീരീഡ് ഉണ്ടല്ലോ, നാലാമത്തെ പീരീഡിൽ എത്ര മൂലകങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് ഗ്രൂപ്പ് 3 തൊട്ട് 12 വരെയാണ് നമുക്കറിയാം ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നത് അല്ലെ. 3 തൊട്ട് 12 വരെയാണ് ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നത്. അതിലെ ഈ നാലാമത്തെ പീരീഡിലെ ഈ മൂലകങ്ങൾ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുവാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന നാലാമത്തെ പീരീഡിലെ ഈ 3 തൊട്ട് 12 വരെയുള്ള മൂലകങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പറയുന്നത് എന്താണ്? ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ എന്താണ്? സംക്രമണ മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. ഇല്ല, അതിന്റെ പ്രത്യേകതകളാണ് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ ഓരോരോ പോയിന്റുകളായിട്ട് പഠിക്കുക കേട്ടോ. ദേ ആർ പ്ലേസ്ഡ് ഇൻ എങ്ങനെയാണ്? 3 തൊട്ട് 12 വരെയുള്ള അല്ലെ, 3 തൊട്ട് താഴോട്ടുണ്ട് കേട്ടോ. 3 തൊട്ട് 12 വരെയുള്ള ഗ്രൂപ്പുകളായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. പിന്നെന്താണ്? ദ ഇലക്ട്രോൺസ് ആർ ബീങ് ഗ്രാജുവലി ഫിൽഡ് അപ്പ് ഇൻ ദ പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയും. പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലുണ്ട്. നമ്മളൊരു മൂലകം കൺസിഡർ ചെയ്യും, അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലുണ്ട്. ഇതാന്ന് ചോദിച്ചു ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ഇത് ന്യൂക്ലിയസ് ആണ്, അതിന് കുറെ ഷെല്ലുണ്ട്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഇതാന്ന് ചോദിച്ചു. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് തൊട്ട് മുന്നേ ഉള്ള, മനസ്സിലാകും, ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് തൊട്ട് മുന്നേ ഉള്ള ആ ഷെല്ലിനെ നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അതിന്റെ ബാക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് തൊട്ട് ബാക്കിലുള്ള ആ ഷെല്ലിനെ നമ്മൾ പറയുന്ന പേരാണ് പെനൾട്ടിമേറ്റ് ഷെല്ല് എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഡി ബ്ലോക്ക് എലമെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പെനൾട്ടിമേറ്റ് ഷെല്ലിലായിരിക്കും ഇലക്ട്രോൺസ് അവിടെ ഫില്ല് ചെയ്യുന്നത്. ഇലക്ട്രോണിന്റെ പൂർണ്ണം നടക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എന്താണ് ഫില്ല് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ഇതാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് തൊട്ട് മുന്നേ ഉള്ളതാ ഈ ഷെല്ല്. ഇതിനെ നമ്മൾ പറയുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ല് എന്നാണ്. അപ്പൊ അതിലായിരിക്കും ഇലക്ട്രോൺ പൂർണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോൺ അവിടെ ഫില്ല് ചെയ്യുന്നത്. ഓർത്തോളോട്ട്, ഇതൊക്കെ പോയിന്റുകളാണ് കേട്ടോ. പിന്നെ ഓൾ ദ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആർ മെറ്റൽസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മെറ്റൽസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ 3 പോയിന്റുകളുണ്ടല്ലോ. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന് ഓർത്തിരിക്കുക, ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഗ്രൂപ്പിൽ എങ്ങനെയാണ്? 3 തൊട്ട് 12 വരെയുള്ള ഗ്രൂപ്പിലാണ് അത് ഉൾപ്പെടുന്നത്. പിന്നെ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ആർ ബീങ് ഗ്രാജുവലി ഫിൽഡ് അപ്പ് ഇൻ ദ പെനൾട്ടിമേറ്റ് ഷെൽ. ഓർത്തിരിക്കട്ടെ, പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് തൊട്ട് മുന്നേ ഉള്ള ആ ഷെല്ലായിരിക്കും ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം മെറ്റൽസ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ കുറച്ച് 3 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ഇനിയുണ്ട് പ്രത്യേകതകൾ. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളുടെ ഗുണങ്ങൾ എങ്ങനെയാണ്? ഒരുപോലെ ആയിരിക്കും. ഇപ്പൊ മൂന്നാമത്തെ ഗ്രൂപ്പ്, ഇത് 3, 4 താഴോട്ട് വേറെ ഉണ്ടോട്ടെ. ഇതിപ്പം നാലാമത്തെ പീരീഡിന്റെ ആണ് കേട്ടോ, പീരീഡ് കേട്ടോ. ഇത് പീരീഡ് 4ന്റെ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഓരോരോ ഇപ്പൊ മൂന്നാമത്തെ ഗ്രൂപ്പിൽ താഴോട്ട് എലമെന്റ്സ് ഉണ്ടല്ലോ. അപ്പൊ ഈ ഓരോ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ എങ്ങനെയാണ് അതിന്റെ ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. എലമെന്റ്സ് ഓഫ് ദ സെയിം ഗ്രൂപ്പ് ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ്. ഓരോ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിൽ എങ്ങനെയായിരിക്കും? സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും. അതുപോലെ തന്നെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഓൾസോ ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ കറസ്പോണ്ടിങ് ഗ്രൂപ്പ്സ്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സിനും എങ്ങനെയാണ്? ഡി ബ്ലോക്ക് എലമെന്റ്സിനും ഇതുപോലെ തന്നെയാണ് കേട്ടോ. അതായത് ഗ്രൂപ്പുകളിൽ എങ്ങനെയാണ് ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നുണ്ട്. മനസ്സിലായി? ഇപ്പൊ 1, 2 പല ഗ്രൂപ്പുകളുണ്ട്. ഓരോ ഗ്രൂപ്പിലെ ഉള്ള എലമെന്റ്സ് എങ്ങനെയാണ്? സിമിലാരിറ്റീസ് ഉണ്ട്, പ്രോപ്പർട്ടീസിന് സിമിലാരിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഡി ബ്ലോക്കിലും കേട്ടോ, ഡി ബ്ലോക്കിൽ ഓർത്തിരിക്കുക പോയിന്റ് ആണ് കേട്ടോ. ഡി ബ്ലോക്ക് എലമെന്റ്സ് ഓൾസോ ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ ദെയർ കറസ്പോണ്ടിങ് ഗ്രൂപ്പ്. അപ്പം അതായത് മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സും ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും. നാലാമത്തെ ഗ്രൂപ്പിലുള്ളതിനും എങ്ങനെയാണ്? ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സ് എങ്ങനെയാണ്? സിമിലാരിറ്റീസ് അവിടെ കാണിക്കുന്നുണ്ട് സെയിം ഗ്രൂപ്പിലുള്ളതിന്.
സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അടുത്തൊരു പോയിന്റ് ആണ് കേട്ടോ ഇത്. ഇനി ഇതാ നോക്കിയേ, 4ാമത്തെ പീരീഡിലെ എലമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഗ്രൂപ്പ് 3, 4, 12 വരെ ഉണ്ടല്ലോ. അപ്പൊ 4ാമത്തെ പീരീഡിലുള്ള എലമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയേ, എന്താണ് അവിടെ പ്രത്യേകത? ഔട്ടർമോസ്റ്റ് ഷെൽ എങ്ങനെയാണ്? 4s ആണ്. എല്ലായിടത്തും നോക്കി ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എങ്ങനെയാണ്? 4s ആണ് വന്നിരിക്കുന്നത് അല്ലേ? നമുക്കറിയാം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ വിന്യാസം എന്താ നോക്കുക? 4s2 ആണ്. അതാ 3d1, 4s2, പിന്നെ 3d2, 4s2. ഇതാ ഇവിടെ എല്ലാം എന്താ നോക്കിയേ, ഈ ക്രോമിയവും കോപ്പറും ഇല്ലേ? ക്രോമിയവും കോപ്പറിനെ നമുക്കറിയാം ഇല്ല? അതൊഴിച്ച് ബാക്കി എല്ലാത്തിന്റെ ഔട്ടർമോസ്റ്റ് ക്രോമിയവും കോപ്പറും നമ്മൾ മാറ്റി വെച്ചു. അതിന് ചില പ്രത്യേകതകളുണ്ടോ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ? അപ്പൊ ഈ ക്രോമിയം കോപ്പറും അല്ലാതെ ബാക്കി എല്ലാത്തിന്റെ ഔട്ടർമോസ്റ്റ് സബ്ഷെല്ലിൽ എങ്ങനെയാണ്? എങ്ങനെയാണ്? 4s2 ഇല്ലേ? കണ്ടില്ലേ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അപ്പം ഈ ക്രോമിയവും കോപ്പറും അല്ലാത്ത ബാക്കിയുള്ള എല്ലാ മൂലകങ്ങളുടെയും ഔട്ടർമോസ്റ്റ് എന്താണ് സബ്ഷെല്ലിൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? സെയിം ആണ്. മനസ്സിലായോ? അപ്പൊ 4ാമത്തെ പീരീഡിന്റെ കേസിലാണോ കണ്ടത്, അതുപോലെ തന്നെ 5ാമത്തെ പീരീഡിന്റെ കേസിലും വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഇതുപോലെ സിമിലർ ആയിരിക്കും. അതൊരു പ്രോപ്പർട്ടിയാണ്. മനസ്സിലായല്ലോ? അപ്പം എന്ത് പറയാം? ഔട്ടർമോസ്റ്റ് ഷെൽ. ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടോ? വാട്ട് ഈസ് ദ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദീസ് എലമെന്റ്സ് എക്സ്ക്ലൂഡിങ് കോപ്പർ ആൻഡ് എന്താണ് ക്രോമിയം ഇല്ലേ? കോപ്പറും ക്രോമിയവും ഒഴിച്ച് ബാക്കിയുള്ളതിന് എല്ലാത്തിനും എങ്ങനെയാണ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? 4s2 ആണ് വന്നത്. ഇതിപ്പോ 4ാമത്തെ പീരീഡ്. 5ാമത്തെ പീരീഡ് ആവുകയാണെങ്കിൽ എങ്ങനെ വരും? 5s2 ഇവിടെ കൊണ്ടോ. സിമിലർലി the outermost subshell electron configuration of the elements of the 5th period will be എങ്ങനെയായിരിക്കും? 5s2 ആയിരിക്കും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ എന്താണ്? ഒരു പീരീഡിലെ അല്ലെ, ഒരു പർട്ടിക്കുലർ പീരീഡിലെ ഔട്ടർമോസ്റ്റ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എല്ലാത്തിനും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ അതൊരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യമ സബ്ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം ഒരേ പീരീഡിൽ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഗ്രൂപ്പിലെ സിമിലാരിറ്റി ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓരോ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസ് വരുമ്പോൾ ഓരോ ഗ്രൂപ്പിലെയും എലമെന്റ്സിന് സിമിലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പീരീഡിന്റെ കേസിലും വരുമ്പോൾ, അപ്പൊ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ താഴോട്ടുള്ള എല്ലാത്തിനും ഒരേ സിമിലാരിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ പീരീഡിലും വരുമ്പോൾ 4s-ലാകുമ്പോൾ 4s2 വന്നു, 5s-ലാകുമ്പോൾ 5s2 വന്നു. ക്ലിയർ ആണല്ലോ? അപ്പം ആ പീരീഡിലും എങ്ങനെയാണ്? സിമിലാരിറ്റി ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് അനദർ പോയിന്റ്. ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദി ഔട്ടർമോസ്റ്റ് subshell of d block elements along a period is generally the same. ശരിയല്ലേ? generally same ആണ്. Therefore they show similarities in properties not only within the group but also along the period. ഇല്ല? അപ്പൊ similarities എങ്ങനെയാണ്? they show similarities in properties എങ്ങനെയാണ്? within the group ഉണ്ട്, but അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും? along the period ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സ് എങ്ങനെയാണ്? ഒരേ ഗ്രൂപ്പിലുള്ള സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ്? സെയിം പീരീഡിലും എങ്ങനെയാണ്? സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അനദർ പോയിന്റ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കേട്ടോ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും? ഇവിടെ തന്നിരിക്കുന്നുണ്ടോ? ഫെറസ് ക്ലോറൈഡ് ആൻഡ് ഫെറിക് ക്ലോറൈഡ് ആർ 2 ക്ലോറൈഡ്സ് ഓഫ് അയൺ. അയണിന്റെ 2 ക്ലോറൈഡ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. ഫെറസ് ക്ലോറൈഡും കേട്ടോ, FeCl2ഉം ഫെറിക് ക്ലോറൈഡ് കേട്ടോ, ഫെറിക് ആണ് കേട്ടോ. ഫെറിക് എന്ന് പറയുമ്പോൾ Cl3 വരും കേട്ടോ. ഫെറസ് ആകുമ്പോൾ Cl2 ആണ്. അയണിന്റെ 2 ക്ലോറൈഡുകളാണ് തന്നിരിക്കുന്നത്. ഇതൊക്കെ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അയണിന്റെ 2 ക്ലോറൈഡ്സുകളാണ് ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും. ഇതിനാകുന്നുണ്ടോ? ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പം ഈ ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും കണ്ടല്ലോ, അതിലെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാൻ നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പം അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനനുസരിച്ചിട്ട് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അയൺ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഡി ബ്ലോക്കിൽ വരുന്നതാണല്ലോ. അപ്പൊ നോക്കാം. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe in FeCl2. FeCl2 എന്ന് പറയുന്നത് ഫെറസ് ക്ലോറൈഡ് ആണ്. ഫെറസ് ക്ലോറൈഡിൽ അയണിന്റെ കേട്ടോ, Fe ഉണ്ടല്ലോ, അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ എങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത്? 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണല്ലേ. നമുക്കറിയാം. ഇതിന്റെ ഇവിടെ ഒരു ഹിന്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിരിക്കും. ഇൻ കേസ് തന്നില്ല എന്നുണ്ടെങ്കിൽ ക്ലോറിന്റെ തന്നെ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കും കേട്ടോ. ക്ലോറിനെ, ഓക്സിജനെ ഇതൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ലാസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -1 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയണിന് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഇതെന്താണ്, ഇത് ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നതാണല്ലേ. അതായത്
നമുക്ക് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സും എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതാ നോക്കുക, FeCl2 ആണ്. അപ്പൊ നമുക്ക് Fe അറിയാമല്ലോ, അപ്പൊ അതിന് നമ്മൾ X എന്ന് കൊടുക്കും. Cl2 ക്ലോറിന്റെ -1 ആണെന്ന് തന്നിട്ടുണ്ട് ഇല്ലേ, ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. അപ്പൊ എങ്ങനെ എഴുതുന്നത്? നോക്കാം, X ഇല്ലേ നമുക്ക് അറിഞ്ഞുകൂടാ, പ്ലസ് ക്ലോറിന്റെ എന്താണ് -1 ആണ്. എത്ര ക്ലോറിനുണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ -1 × 2 = 0 നമ്മൾ എഴുതും ഇല്ലേ. അപ്പം X -1 × +2 എന്ന് വരുമ്പോൾ എങ്ങനെയാണ്? -2 വരും, = 0 ഓർ X = 2 എന്ന് വരും, അതായത് +2 എന്ന് വരും. അപ്പം അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് X എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് എത്ര കിട്ടി? +2 എന്ന് കിട്ടി. മനസ്സിലാണോ? അതായത് ഫെറസ് ക്ലോറൈഡിൽ FeCl2-വിൽ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +2 ആണ് വന്നത്. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ നോക്കി FeCl3യുടെ നമുക്ക് നോക്കാം. FeCl3യുടെ നമുക്കറിയാം അയണിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലോറിന് നമുക്കറിയാം -1 ആണെന്നറിയാം ഇല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? X + -1 അല്ലേ. എത്ര ക്ലോറിനുണ്ട്? 3 ഉണ്ട് അല്ലേ, = 0 എന്ന് വരാം. അപ്പം X - 3 = 0 ഓർ എങ്ങനെ എഴുതാം? X = +3. മനസ്സിലായല്ലോ? അപ്പൊ അയണിന്റെ കിട്ടിയല്ലോ. അതായത് ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ FeCl3 ആണ്. അതിൽ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് നമുക്ക് വന്ന്? +3 എന്ന് വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഡി ബ്ലോക്കിൽ ഒരു എലമെന്റ് ആണ് അയൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അയണിന് ഇവിടെ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നത് കണ്ടോ? +2 വന്നു, അതായത് +3 വന്നു. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന് എങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും പലതരത്തിൽ വരാം. അത് വേരിയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരാൻ നമുക്ക് മനസ്സിലായി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് അയൺ ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് അയൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഡി ബ്ലോക്കിൽ എലമെന്റിനുള്ളതാണ്. അപ്പൊ അയണിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? വേരിയബിൾ അല്ലെ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയാം അല്ലെ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റിന്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ കണ്ടു, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇനി എന്തായിരിക്കാം അതിന്റെ റീസൺ നോക്കാം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? അപ്പൊ +2 വന്നു, +3 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെന്ന് വന്നു അല്ലേ. ഇപ്പൊ ക്ലോറിനൊക്കെ ആണെങ്കിൽ -1 ആണ്, പക്ഷെ ഇവിടെ അയണ് 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നു. അപ്പൊ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരാനുള്ള കാരണം എന്തായിരിക്കാം നോക്കാം. നമുക്ക് നോക്കിയേ, അയണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിച്ചു വേണം കേട്ടോ. ഏത് സെക്ഷനിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? നോക്കിയാൽ അയണിന്റെ ആറ്റോമിക് നമ്പർ 26 ആണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇതാ നോക്കിയാൽ 3p6 3d6 4s2 അല്ലേ. നോക്കി ഇനി അയൺ ആണ് അല്ലെ, അയൺ Fe2+ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയായിരിക്കാം ചേഞ്ച് ചെയ്യുന്നത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് ഇതാണ് വന്നിരിക്കുന്നത് അല്ലെ. ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4s ആണ്. അപ്പൊ 4sൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ആ 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? ഡൊണേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ലോസ് ചെയ്യാന്ന് പറയാം, നഷ്ടപ്പെടും. അയണ് 2 ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള, ക്ലിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയൺ ആണ്, അയണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ആർക്ക് വിട്ടുകൊടുക്കും? ക്ലോറിനെ വിട്ടുകൊടുക്കും അല്ലെ. എന്നിട്ട് അവിടെ സ്റ്റെബിലിറ്റി വരുവാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം അങ്ങനെയാണ് അത് Fe2+ ആയിട്ട് മാറുന്നത്. ക്ലിയർ ആയെന്നുള്ളത്. Fe2+, അതായത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരാൻ കാരണം എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള അയണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 2 ഇലക്ട്രോൺ അവിടെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 4s ഓർബിറ്റലിലുള്ള 2 ഇലക്ട്രോൺ അവിടെ നഷ്ടപ്പെടുന്നു. അങ്ങനെയാണത് Fe2+ ആയിട്ട് മാറുന്നത്. അപ്പൊ എന്ത് പറയാം? ഹൗ ഡസ് ഇറ്റ് ചേഞ്ചസ് ഇൻ ടു Fe2+? ലോസ് ഇല്ലെ, എന്ത് പറയാം? ലോസ് ഇല്ലെ, ലോസ് 2 ഇലക്ട്രോൺസ് എവിടുന്നാണ്? ഫ്രം 4s ഇല്ലേ, 4sൽ നിന്നും 2 ഇലക്ട്രോൺ 4s ഓർബിറ്റ് ഉണ്ടല്ലോ, അവിടുന്ന് 2 ഇലക്ട്രോൺ ഇല്ലേ കൊടുത്തു. 2 ഇലക്ട്രോൺ പോകുമ്പോഴാണ് അത് Fe2+ ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? ഡൊണേറ്റ് ചെയ്യുന്നു പറയാം അല്ലെ. 2 ഇലക്ട്രോൺ ഡൊണേറ്റഡ് ടു ഇല്ലേ, അല്ലെ അങ്ങനെയും പറയാം. അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ ഡൊണേറ്റഡ് ടു ക്ലോറിൻ എന്നും പറയാം. മനസ്സിലാകുന്നു? അപ്പം ഇങ്ങനെയാണ് 2 ഇലക്ട്രോൺ അവിടെ നഷ്ടപ്പെടുത്തി. 4sൽ നിന്നും 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് അത് Fe2+ ആയിട്ട് മാറുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാവുകയാണെങ്കിൽ Fe2+ന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? 1s2 2s2 2p6 പിന്നെ 3s2 3p6 പിന്നെ എങ്ങനെയാണ് 3d6. മനസ്സിലായി? 2 ഇലക്ട്രോൺ കൊടുത്തു. 2 ഇലക്ട്രോൺ കൊടുത്തു കഴിയുമ്പോൾ Fe2+ ആയി. അപ്പൊ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു രീതിയിൽ എഴുതാം.
അപ്പൊ ഇത് ക്ലിയർ അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ Fe3+ ഇല്ലേ, ഓക്സിഡേഷൻ FeCl3 ഉണ്ടല്ലോ, അതില് Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആന്ന് പറഞ്ഞു. അപ്പം Fe3+ ആവുന്നുണ്ട് അല്ലെ. Fe3+ ആവുന്നത് എങ്ങനെയാണ്? ദാ നമ്മൾ ഇവിടെ കണ്ടു ഇല്ല, ഇതാണ് Feയുടെ അല്ലെങ്കിൽ അയണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ 3 ഇലക്ട്രോൺ ആണ് വിട്ടുകൊടുക്കണം. അപ്പൊ ഫോറസിൽ ഓൾറെഡി 2 ഇലക്ട്രോൺ ഉണ്ട്. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ദാ 3Dയിൽ നിന്നും 1 ഇലക്ട്രോണും കൂടെ അവിടെ കൊടുക്കും. അത് 3Dയിൽ നിന്ന് 1 ഇലക്ട്രോണും കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 3Dയും 4s എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്തടുത്തിരിക്കുന്നതാണല്ലോ. അപ്പൊ അതിന്റെ എനർജിയിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ വരുന്നുള്ളൂ. അപ്പൊ 4sന് കൊടുക്കാം. അതുപോലെ തന്നെ ഈ 3Dക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, എനർജി ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് 3Dക്കും അവിടെ എന്താണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ. അപ്പൊ 3Dയും 4സും തമ്മിൽ എനർജിയിൽ ചെറിയ വ്യത്യാസം ഉള്ളതുകൊണ്ട് അപ്പൊ 3Dയും തയ്യാറാണ് എന്താണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ. അപ്പം ഈ 3Dയിൽ നിന്നും 1 ഇലക്ട്രോണിനെ കൂടെ വിട്ടുകൊടുത്തിട്ടാണ് അത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈ FeCl3യിൽ വരുന്നത്. മനസ്സിലാവുന്നല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ക്വസ്റ്റ്യൻ കണ്ടോ? ഹൗ ഡസ് Fe ഗെറ്റ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ FeCl3? ക്ലിയർ ആയോ? FeCl3യിൽ Feക്ക് +3 ഓക്സിജനോസ് ലഭിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് എന്ത് പറയാം? Fe ഇല്ലേ, Fe ലോസ്റ്റ് എങ്ങനെയാണ് 2 ഇലക്ട്രോൺസ് ഇല്ലേ, ലോസ്റ്റ് 2 ഇലക്ട്രോൺസ് എവിടുന്നാണ്? ഫ്രം ഇല്ലേ, ഫ്രം 4s ഇല്ലേ, ഫ്രം 4s. അതുപോലെ തന്നെ 1 ഇലക്ട്രോൺ ഇല്ലേ, 1 ഇലക്ട്രോൺ ഫ്രം എവിടുന്നാണ്? 3D ഇല്ലേ. Fe ലോസ്റ്റ് 2 ഇലക്ട്രോൺസ് ഫ്രം 4s ആൻഡ് 1 ഇലക്ട്രോൺ ഫ്രം 3D. ക്ലിയറാവുന്നുണ്ടോ പറഞ്ഞത്? 3Dയിൽ നിന്നും 1 ഇലക്ട്രോണും അതുപോലെ തന്നെ 4s നിന്നും 2 ഇലക്ട്രോണും കൂടെ നഷ്ടപ്പെടുത്തിയാണ് എന്തായിട്ട് മാറുന്നത്? Fe3+ ആയിട്ട് മാറുന്നത്. അതായത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫ്രം വിച്ച് സബ്ഷെൽസ് ആർ ദ ഇലക്ട്രോൺസ് ലോസ്റ്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതിൽ നിന്നൊക്കെയാണ്? 4sൽ നിന്നും അതുപോലെ തന്നെ 3Dയിൽ നിന്നും ഇല്ലേ. 4sൽ നിന്നും 3Dയിൽ നിന്നും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആയിട്ട് മാറുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പൊ അങ്ങനെ വിട്ടുകൊടുക്കാനുള്ള കാരണം എന്താണ്? അതിന്റെ റീസൺ ആണ് കേട്ടോ. അങ്ങനെ വിട്ടുകൊടുക്കാനുള്ള റീസൺ ആണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. there is only a slight difference between the energies of the outermost 4s subshell and the penultimate 3D subshell. Clear ആയ പറഞ്ഞു? There is only a slight difference between the energies of the outermost 4s എന്താണ്, അതുപോലെ തന്നെ 3D അല്ലേ, 4സും 3D അല്ലേ, അതാണ് അത് തമ്മിൽ ചെറിയൊരു എനർജി ഡിഫറൻസേ ഉള്ളൂ. ഇപ്പൊ 3D എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഇതാണ് ഔട്ടർ മോസ്റ്റ് ഷെൽ, അതിന്റെ തൊട്ട് മുന്നിലുള്ളതാണ് 3D. അതിനെ നമ്മൾ എന്താണ് പറഞ്ഞത്? പെനൾട്ടിമേറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് തമ്മിൽ ചെറിയൊരു എനർജി ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 4സിലെ 2 ഇലക്ട്രോണിനോടൊപ്പം എന്താണ് 3Dയിൽ നിന്നും 1 ഇലക്ട്രോണും കൂടെ അവിടെ വിട്ടുകൊടുക്കും. ക്ലിയർ ആയല്ലോ? മനസ്സിലായോ? ഇതവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഹെൻസ് ഫ്രം വിച്ച് സബ്ഷെൽ ഇൻ ദ 3rd ഇലക്ട്രോൺ ലോസ്റ്റ് അലോങ് വിത്ത് 2 4s ഇലക്ട്രോൺ? 4സിൽ നിന്നും 2 ഇലക്ട്രോൺ പോകും ഇല്ല. അപ്പൊ 3ാമത്തെ ഇലക്ട്രോൺ എവിടെ നിന്നായിരിക്കും നഷ്ടപ്പെടുന്നത്? 3Dയിൽ നിന്നായിരിക്കും നഷ്ടപ്പെടുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് Fe3+ ഓൺ ദ ബേസ് ഓഫ് ദിസ്. ഇതിന്റെ ബേസിസിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? 1s2 അല്ലേ, 2s2, പിന്നെ ഏതാണ് 2p6, 3s2, പിന്നെ ഏതാണ് 3p6, then 3Dയിൽ നിന്ന് ഒരെണ്ണം കൂടെ പോയില്ല, അപ്പം 3D5 വരും. അപ്പൊ ഇങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൈവരിക്കുന്നത്. ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. ഇപ്പം ഡി ബ്ലോക്ക് എലമെന്റിനാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു ഇല്ല. ഡി ബ്ലോക്ക് എലമെന്റിന്റെ പ്രത്യേകതയാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് എടുക്കും. അതുപോലെ തന്നെ എന്താണ് തൊട്ട് മുന്നേതാണ് 3D ആണ് കിടക്കുന്നത്. അത് തമ്മിൽ 3Dയും 4s തമ്മിൽ എനർജിയിൽ ചെറിയ വ്യത്യാസം ഉള്ളതുകൊണ്ട് 3Dയും അവരെ ഷെയർ ചെയ്യാൻ തയ്യാറാവും. അപ്പൊ 3Dയിൽ നിന്നും ബാക്കി എടുക്കും. എന്നിട്ടാണ് അത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ കൈവരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അയണിന്റെ കാര്യമല്ലേ പറഞ്ഞു. ഇതുപോലെ തന്നെ അതാ നോക്ക്, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ എന്താണ് മാംഗനീസിന്റെ ആണ് കേട്ടോ. മാംഗനീസിന്റെ ആണ്. അപ്പൊ മാംഗനീസിന് ഇതുപോലെ തന്നെയാണ് പല ഓക്സിഡേഷൻ സ്റ്റേറ്റും വരും. അതെങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്? ഇതേ രീതിയിൽ തന്നെ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? എനർജിയിൽ വ്യത്യാസം ഒന്നും ഉണ്ടാകുന്നില്ല. 3Dയും 4s തമ്മിൽ എനർജിയിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് 4s കൂടാതെ 4സിനൊപ്പം തന്നെ 3Dയിൽ നിന്നും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് അത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൈവരിക്കും. ഇപ്പൊ ഡി ബ്ലോക്ക് എലമെന്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ദ ആറ്റോമിക് നമ്പർ ഓഫ് മാംഗനീസ് എന്ന് വെച്ചാൽ 25 ആണ്.
മനസ്സിലായല്ലോ. അപ്പൊ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ പറയാം? മാംഗനീസിന്റെ അതാ നോക്കിയാൽ 1s2 2s2 പിന്നെ ഏതാണ് 2p6 വരും, പിന്നെ 3s2 വരും, പിന്നെ ഏതാണ് 3p6 വരും, പിന്നെ ഏതാണ് 3d അല്ലേ 3d5 വരും, പിന്നെ 4s2 കഴിഞ്ഞിട്ട് 3d5 അല്ലേ. നോക്കിയേ 4s2 കഴിഞ്ഞിട്ട് 3d5 എത്രയാണ്? 25 അല്ലേ വന്നിരിക്കുന്നത്. ശരിയായല്ലോ. 10 15 18 25 25 മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് മാംഗനീസിന്റെ കേട്ടോ, മാംഗനീസ് Mn25 മാംഗനീസിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് വന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇവിടെ ഓരോ കോമ്പൗണ്ട് ഉണ്ട്, മാംഗനീസ് ക്ലോറൈഡ്, മാംഗനീസ് ഡയോക്സൈഡ് കണ്ടല്ലോ. അപ്പൊ ഇതിന്റെ എല്ലാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് നോക്കാം. മാംഗനീസ് ക്ലോറൈഡിന്റെ MnCl2 +2 ആണെന്ന് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് വന്നത്? നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു, നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ Mn കണ്ടുപിടിക്കണം. Mn then Cl2 ഇല്ല, Cl2 നമുക്കറിയാം -1 ആണെന്നറിയാം ഇല്ല, =0 ആണ് വരുന്നത്. അപ്പം x പ്ലസ് -1 ഇൻറ്റു 2 എന്ന് വന്നു =0 വരും. അപ്പം x - 2 0 ആണ്, or x +2. മനസ്സിലായല്ലോ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് +2. ക്ലിയർ ആയല്ലോ. അപ്പൊ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിരിക്കുന്നുണ്ടോ? ഞാൻ നോക്കിയാൽ 1s2 2s2 2p6 3s2 3p6 3d5 2 ഇലക്ട്രോൺ അല്ലേ, രണ്ടെല്ലാം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഇവിടുന്ന് 4s2 2 ഇലക്ട്രോൺ ആണ് വിട്ടുകൊടുക്കും. അങ്ങനെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നു. മനസ്സിലായല്ലോ. ഇനി അടുത്ത് നോക്കിയേ, മാംഗനീസ് ഡയോക്സൈഡിന് നോക്കാം കേട്ടോ. അപ്പൊ എങ്ങനെയാണ് എഴുതുന്നത്? മാംഗനീസ് അല്ലേ, Mn ഇവിടെ x വരും, ഓക്സിജൻ ആണ് വരുന്നത്. ഓക്സിജൻ എത്രയാണ്? -2 ആണ് കേട്ടോ. അത് ഓർത്തിരിക്കണം കേട്ടോ. ഓക്സിജന്റെ -2 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? =, രണ്ടും കൂടെ വരുമ്പോൾ 0 ആണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ദാറ്റ് ഈസ് = എങ്ങനെയാണ്? x പ്ലസ് -2 ഇൻറ്റു +2 കേട്ടോ, =0. 2 ഓക്സിജൻ അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ദാറ്റ് ഈസ് x - 4 0 അല്ലേ, ഓർ എങ്ങനെയാണ് x +4 എന്ന് വരും. ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ കേസിൽ മാംഗനീസ് ഡയോക്സൈഡിന്റെ കേസിൽ +4 ആണ് അവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് സാധിക്കും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഇതാ നോക്കുക, 1s2 2s2 2p6 3s2 3p6 പിന്നെ അടുത്ത നോക്കിയേ 4 + 4 വേണം. ഇപ്പം എന്താ നോക്കിയേ, 4s നിന്ന് 2 എടുത്തു. പിന്നെ എന്ത് സംഭവിക്കും? 3dയിൽ നിന്നും ഇല്ല, 3dയിൽ നിന്ന് നമുക്ക് 2 എണ്ണം കൂടെ എടുക്കണം. അപ്പൊ എത്രയായിട്ട് മാറും ഇവിടെ? 3d നിന്ന് 2 എടുക്കുമ്പോൾ എത്രയാണ്? 3d3. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നോക്കിയേ, Mn2O3 ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Mn2O3 കേട്ടോ, Mn2O3 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ x കൊടുക്കും, ഇവിടെ ഓക്സിജന്റെ -2 ആണ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടെ 2 ഉണ്ടല്ലോ, 2 മാംഗനീസ് അല്ല. അപ്പൊ 2x വരും, 2x പ്ലസ് -2 ഇൻറ്റു 3 എന്നാ വരുന്നത് അല്ലേ, =0 എന്ന് വരും. That is 2x - 6 = 0 എന്ന് വരും. or 2x = 6, x = 6/2 അതായത് 3 എന്ന് വരും, +3 ഇല്ലേ. നമുക്ക് ഇവിടെ എത്രയാണ്? +3 ആണ് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ +3 വരും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? 1s2 2s2 2p6 3s2 3p6 വരെ നമുക്ക് എഴുതാം. പിന്നെ ഏതാണ് വരുന്നത്? +3 ആണ് ഇവിടെ വരേണ്ടത് ഇല്ല. അതാ നോക്കി. അപ്പൊ 4s നിന്ന് നമുക്ക് 2 എടുക്കാം, പിന്നെ 3dയിൽ നിന്ന് 1 കൂടെ എടുത്ത് വെച്ചാൽ മതി ഇല്ല. അപ്പൊ എത്ര വരും? 3d4 വരും. മനസ്സിലായോ പറഞ്ഞത്? ഇനി അടുത്ത നോക്കിയേ, Mn2O7 ആണ് കേട്ടോ, Mn2O7 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ x കൊടുക്കുന്നു, ഇവിടെ എത്രയാണ്? -2 ആണ്. അപ്പം ഇവിടെ 2x വരും അല്ലേ, 2x പ്ലസ് -2 ഇൻറ്റു 7 അല്ലേ, =0 എന്ന് വരും. അപ്പൊ 2x - 14 =0 എന്ന് വരും അല്ലേ. ഓർ 2x = 14 വരും, x = 14/2 അല്ലേ. അപ്പൊ എത്രയാണ് വരുന്നത്? 7 അല്ലേ, +7 വരും. ഇവിടെ എത്രയാണ്? ഇവിടെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +7 വന്നു. കണ്ടില്ലേ? അപ്പൊ മാംഗനീസിന് കണ്ടോ എത്രയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നിട്ടുണ്ട്? +2 +4 +3 +7 അല്ലേ. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? Mn2+ എന്ന് എഴുതാം, അതുപോലെ തന്നെ Mn4+ എന്ന് എഴുതാം അല്ലേ, Mn3+ എന്ന് എഴുതാം അല്ലേ, Mn7+ എന്ന് എഴുതാം. അപ്പൊ മാംഗനീസിന്റെ ഉണ്ടല്ലേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈ ഇതൊക്കെ രീതിയിൽ വരും. അപ്പം ഇതിന്റെ കേസ് വരുവാണെങ്കിൽ എങ്ങനെ എഴുതാം? +7 ആണല്ലേ. അപ്പൊ ഇവിടുന്ന് എങ്ങനെയാണ്? ഇവിടുന്ന് 2 ഇലക്ട്രോൺ അല്ലേ, നമുക്ക് എഴുതാമേ. 1s2 2s2 2p6 3s2 3p6 വരെ എഴുതി.
നോക്കിയേ 7 എണ്ണം വരണം. ദാ ഇവിടുന്ന് 2 എണ്ണം, ഫോറസ്റ്റിൽ നിന്ന് 2 എണ്ണം, 3Dയിൽ നിന്ന് എത്രയാണ് 5 എണ്ണം എടുക്കുക. അപ്പൊ ഇത് രണ്ടും കൂടെ പോയല്ലേ, അപ്പൊ 3p6 വരെ വരും. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് മാംഗനീസ് അയൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, മിക്കപ്പോഴും ഈ ഒരു ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഈ മാംഗനീസിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ കേട്ടോ. മാംഗനീസ് അയണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ചോദിക്കാം കേട്ടോ. അപ്പൊ ഏതേലും ഒരു കോമ്പൗണ്ട് വന്നിട്ട് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനും അതനുസരിച്ചിട്ട് അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ മിക്കപ്പോഴും ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഇതെന്താണ് നമ്മൾ പറഞ്ഞു എന്താണ്, ഡി ബ്ലോക്ക് എലമെന്റ് പ്രത്യേകതകൾ. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേരിയബിൾ ആണെന്ന് വന്നുകൊണ്ടില്ല. ഇപ്പൊ മാംഗനീസിന് ഇത്രയും വന്നു അല്ലെ, ഇത്രയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നിട്ടുണ്ട്. അതാ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, ഡി ബ്ലോക്ക് എലമെന്റ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ലേ. ഡി ബ്ലോക്ക് എലമെന്റ്സിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു. എന്താണ്, ഡിയിലും ഇല്ലേ, ഡിയിലും പറഞ്ഞില്ലേ, ഡിയിലും എസിലും 3Dയിലും 3D ആൻഡ് അതുപോലെ 4s സബ്ഷെല്ലിൽ എങ്ങനെയാണ് എനർജി ഏകദേശം ഒരുപോലെയാണ് വരുന്നത് അല്ലേ. എനർജിയിൽ തമ്മിൽ ചെറിയൊരു വ്യത്യാസവും വരുന്നുണ്ട്. അതുകൊണ്ട് ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി എന്താണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും ഫോറസിന്റെ കൂട്ടത്തിൽ അല്ലെ, അല്ലെങ്കിൽ ഫോറസ് വിട്ടു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിയും എങ്ങനെയാണ് അവിടെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് ഈ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ത് കാണിക്കുന്നത്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു കേട്ടോ. ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് ചോദിക്കാം. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വന്നിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാനും പറയാം, അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനും ചോദിക്കാം. എന്നിട്ട് വാട്ട് ഈസ് ദ റീസൺ എന്നും ചോദിക്കാം. എന്തുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാം, ഏതെങ്കിലും 2 എണ്ണത്തിന് തന്നിട്ട്. അപ്പൊ എന്താണ് ആൻസർ, ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ആൻസർ, അതേപടി പഠിക്കുക. ഇൻ ട്രാൻസിഷൻ എലമെന്റ്സ് there is only അതാ നോക്കൂ കേട്ടോ, there is only slight energy difference between the outermost S subshell and the penultimate D subshell അല്ലേ. അതായത് ഔട്ടർമോസ്റ്റ് F സബ്ഷെല്ലും അതിന് തൊട്ട് മുന്നേയുള്ള സബ്ഷെല്ലും നമ്മൾ ഇങ്ങനെയാണ് ചെറിയൊരു കേട്ടോ, there is only a slight energy difference, അതാണ് മെയിൻ പോയിന്റ് കേട്ടോ. ചെറിയൊരു എനർജി ഡിഫറൻസേ ഉള്ളൂ. അതിന്റെ ഫലമായിട്ട് ഫേവറബിൾ കണ്ടീഷൻ, ചില അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫ്രം ദ ഡി സബ്ഷെൽ ഓൾസോ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. എസ് സബ്ഷെല്ലിലെ മാത്രമല്ല ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺസും എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. ദാറ്റ് ഈസ് വൈ ട്രാൻസിഷൻ എലമെന്റ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളൂ. 2 പോയിന്റ് ഉള്ളതാണ്. there is only a slight energy difference between the outermost S subshell and the penultimate D shell. ഇതായല്ല പറഞ്ഞത്, ഔട്ടർമോസ്റ്റ് S സബ്ഷെല്ലിലെയും അതിന് തൊട്ട് മുന്നേയുള്ള അല്ലെ ഡി സബ്ഷെല്ലിലെ എന്താണ് എനർജിയിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അനുകൂലമായ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഡി സബ്ഷെല്ലും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. ദാറ്റ് ഈസ് ദ റീസൺ. ക്ലിയർ ആയാ പറഞ്ഞത്. അപ്പം വേരിയബിൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് വേരിയബിൾ എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു എന്ന് പറഞ്ഞു ഇല്ല, അതൊരു പോയിന്റ് ആണ്. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇത്രയും കാര്യങ്ങൾ. ഇതുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ടും ചോദിക്കും, പഠിച്ചു വെച്ചോളൂ. മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കളേർഡ് കോമ്പൗണ്ട് എന്ന് പറയാം കേട്ടോ. കളറിൽ വ്യത്യാസം കാണിക്കുന്നുണ്ട്, അല്ലെ പല കളറിൽ വ്യത്യാസം അല്ല പല കളറിൽ കാണുന്നുണ്ട് ഡി ബ്ലോക്ക് എലമെന്റ്സ് കേട്ടോ. നിങ്ങളുടെ ലാബിലൊക്കെ നോക്കിയാൽ അറിയാൻ സാധിക്കും. കോപ്പർ സൾഫേറ്റ് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇത് രണ്ടും നിൽക്കുമ്പോൾ നിങ്ങൾ കണ്ടുള്ളൂ. കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ കളറാണ് കേട്ടോ, ബ്ലൂ കളറാണ് കോപ്പർ സൾഫേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണെങ്കിൽ ഒരു പർപ്പിൾ കളർ അല്ലെങ്കിൽ ഡാർക്ക് വയലറ്റ് കളർ എന്നൊക്കെ പറയാം കേട്ടോ. നല്ല പർപ്പിളോ അല്ലെങ്കിൽ ഡാർക്ക് വയലറ്റ് കളറിലാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്, ഇതിലും എന്താ ഉണ്ട്, ട്രാൻസിഷൻ എലമെന്റ്സ് ഉണ്ട്. നോക്കിയേ, ഇവിടെ നോക്കിയേ, കോപ്പർ സൾഫേറ്റിൽ കോപ്പർ ഇല്ലേ, ട്രാൻസിഷൻ എലമെന്റ് അല്ലേ, മനസ്സിലാവുന്നുണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, മാംഗനീസ് ഇല്ലേ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ക്രോമിയം. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുമ്പോൾ ഓറഞ്ച് കളറിൽ കാണുന്നതാണ് കേട്ടോ. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓറഞ്ച് കളറാണ് കേട്ടോ, ഓറഞ്ച് കളറിൽ കാണുന്നതാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അപ്പൊ അവിടെയൊക്കെ എന്തുണ്ട്, ട്രാൻസിഷൻ എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് എന്താണ് അത് കളർ വ്യത്യസ്തമായിട്ടുള്ള കളറിൽ കാണപ്പെടുന്നു. അപ്പം ട്രാൻസിഷൻ എലമെന്റ്സ്, ദ പ്രസൻസ് ഓഫ് അയൺസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് or the ions which contains transition elements are generally responsible for the color of the compound. ഈ കോമ്പൗണ്ടിന്റെ ഒക്കെ കളറിന് കാരണം എന്താണ്, പ്രസൻസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ അയൺസ് ഉണ്ടല്ലോ, ട്രാൻസിഷൻ എലമെന്റ്സിന്റെ അയൺസ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒക്കെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്
കളറിൽ കാണപ്പെടുന്നത്. അതിലില്ലാത്ത ഒരു കോമ്പൗണ്ട് ആണ് സിങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ ട്രാൻസിഷൻ ഡി ബ്ലോക്കിൽ പെടുന്നതാണ് സിങ്ക്. പക്ഷേ സിങ്കിന് കളർലെസ് ആണ് കേട്ടോ. സിങ്കിന് കളർലെസ് ആണ്. അതിന് വേറെ കുറച്ച് കാരണങ്ങളുണ്ട്. ജസ്റ്റ് ഇപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഡി ബ്ലോക്ക് എലമെന്റ്സിൽ കളർ ഇല്ലാത്ത ഒരു കോമ്പൗണ്ട് ആണ് സിങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജനറലി ഇങ്ങനെയാണ്, കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് ആർ ജനറലി കളേർഡ്. ദിസ് ഈസ് അനദർ പ്രോപ്പർട്ടി ഓഫ് എന്താണ് ഡി ബ്ലോക്ക് എലമെന്റ്. അങ്ങനെയാവുകയാണെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ് ഉണ്ടല്ലോ, ഡി ബ്ലോക്ക് എലമെന്റ് മനസ്സിലായല്ലോ. ഗ്രൂപ്പ് 3 തൊട്ടില്ലേ, ഗ്രൂപ്പ് 3 തൊട്ട് 12 വരെയുള്ളതാണ്. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്താ നോക്കുക, ഫൗണ്ടിങ് ഗ്രൂപ്പ്സ് 3 to 12 ഓഫ് ദി പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോൺസ് ആർ ഗ്രാജുവലി ഫിൽഡ് ഇൻ ദ പെനൽമേറ്റ് ഷെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. മെറ്റൽസ് ആണ് കേട്ടോ. പിന്നെ വിത്തിൻ ദ ഗ്രൂപ്പിലാണെങ്കിൽ എലമെന്റ്സ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ഷോ സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടി. ഗ്രൂപ്പിലാണെങ്കിൽ അതുപോലെ തന്നെ പീഡിലാണെങ്കിൽ ഇങ്ങനെയാണ്, ട്രാൻസിഷൻ എലമെന്റ്സ് ഓൾസോ ഷോ സിമിലാരിറ്റീസ് അക്രോസ് എ പീഡ്. പീഡിലും എങ്ങനെയാണ് സിമിലാരിറ്റി കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. അതിന്റെ റീസൺ കേട്ടോ, അതിന്റെ റീസൺ നിങ്ങൾ പഠിക്കണം കേട്ടോ. പിന്നെ കളേർഡ് കോമ്പൗണ്ടിലും കാണപ്പെടുന്നുണ്ട് ഡി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ മെയിൻ പോയിന്റ്സ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇലാബറേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക് ഏതാണ്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. എന്നിട്ട് എന്തുകൊണ്ട് കാണിക്കുന്നു, എങ്ങനെ കാണിക്കുന്നു, ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഡി ബ്ലോക്ക് എലമെന്റിന്റെ പ്രത്യേകതകൾ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പിന്നെയും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാൻ പഠിക്കുക. അതുപോലെ തന്നെ സബ്സ്റ്റേഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ പഠിക്കുക, എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള. പിന്നെ അതിന്റെ റീസണും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതൊന്ന് ക്ലിയർ ആക്കോട്ടെ, ഡി ബ്ലോക്കിന്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് ക്ലിയർ ആക്കുക. ഇനി നമുക്കുള്ളത് എഫ് ബ്ലോക്ക് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക്